ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടിക്ടോക്കിലൊക്കെ കറങ്ങിക്കൊണ്ട് ഇരുന്നതിന് ഒരു മുട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇടിമുട്ട. അത് ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടാണ് ഇത്. അപ്പോൾ ഞാൻ അന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഇഡ്ഡലി ചെമ്പാണ് വേണ്ടത്. ഇഡ്ഡലി ചെമ്പിൽ ആവിക്കാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടി ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ പുരട്ടി നമ്മൾ റെഡിയാക്കി വെക്കണം. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓരോ മുട്ടയും പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കുക. പൊട്ടിച്ചൊഴിക്കുമ്പം ശ്രദ്ധിക്കണം, ഒരുപാട് ഉയരത്തൊന്നും ഇടരുത്. ഇതേപോലെ താത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ആകെ തെറിക്കും. അപ്പം ശ്രദ്ധിച്ച് മുട്ട ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ 4 മുട്ടയും ഇതിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഈ മുട്ട കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുത്താൽ ഒന്നും കൂടി വെറൈറ്റി ആവും ചെയ്യും, അവർ കഴിക്കും ചെയ്യും. പൊരിച്ച മുട്ടയും പുഴിഞ്ഞ മുട്ടയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇനി ഞാൻ 4 മുട്ട ഒഴിച്ചിട്ട് ഇനി ഇഡ്ഡലി തട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുകയാണ്. ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട, പെട്ടെന്ന് വേവും, ആവി കയറ്റിയാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് അടർത്തി എടുക്കുന്നുണ്ട്, പെട്ടെന്ന് അടർന്ന് കിട്ടും. അങ്ങനെ അടിയിൽ എണ്ണ തേച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ ഓയിലോ എന്താണെങ്കിലും ഒന്ന് ആദ്യം ഒന്ന് അതിങ്ങനെ തടവി കൊടുക്കണം. അപ്പോൾ അതാ ഇഡ്ഡലിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മഞ്ഞയൊക്കെ ഉള്ളിൽ കൊണ്ട് ഫില്ലായിട്ട് വെള്ള മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കണ്ടാൽ ശരിക്കൊരു ഇഡ്ഡലിയാണെന്ന് തന്നെ തോന്നുള്ളൂ. വെള്ളപ്പാത്രത്തിലിട്ടിട്ട് കാണുന്നില്ല, രണ്ടും വെള്ള കളറായിട്ട്. അപ്പം ഞാൻ 4 ഇത് ഇന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല റെഡിയാക്കണം. ഒരുപാട് സമയം ഇത് ആവി കയറ്റിയാൽ നല്ലതായിട്ട് ഉറച്ച് പോകും. അപ്പോൾ ഒരു പാകത്തിന് നമ്മൾ ആവി കയറ്റിയെടുക്കാൻ പാടുള്ളൂ. ഒരു 5 മിനിറ്റാണ് ഇതിൻ്റെ പാകം. അപ്പോൾ എല്ലാം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാല നമുക്ക് റെഡിയാക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളകും പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് വിനാഗിരിയിലാണിത് കുഴച്ചെടുത്തത്. എല്ലാം കൂടി ഒന്ന് കൂട്ടിയിട്ട് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ മസാല ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ മറ്റുള്ള മസാലകളൊക്കെ ചേർക്കാം. ഞാൻ ഇത്രയും മസാല ചേർത്തിട്ടുള്ളൂ. അപ്പം ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ആ മുട്ടൻ്റെ കൂട്ട് മുട്ടൻ്റെ ഇഡ്ഡലി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മുട്ട ഇഡ്ഡലിയിലും ഇത് പുരട്ടിയിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഇപ്പം എല്ലാം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം പിന്നെ അതിൻ്റെ കരിഞ്ഞ് പോകും. നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. 2 ഭാഗം മറിച്ചിട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ചെറിയ തീയിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഇങ്ങനെ ചൂടുള്ള ചായൻ്റെ കൂടെ ഇങ്ങനെ മഴക്കാലത്തൊക്കെ ഇതൊന്നിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു വെറൈറ്റി ആയിട്ട് മക്കൾക്കൊക്കെ പ്ലേറ്റിലിട്ട് കൊടുക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. കാരണം ഇത് ഇഡ്ഡലിയാണെന്ന് കരുതും, എന്നാൽ ഇഡ്ഡലിയല്ല. കഴിക്കുമ്പോഴാണ് നമ്മൾ മുറിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ആ മഞ്ഞക്കരു കാണുക. അപ്പോൾ അതാ ഞാൻ ഒരു ഭാഗം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം അതേപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് ടൈമൊന്നും ഇതിനാവശ്യമില്ല, പെട്ടെന്നായി കിട്ടും. ഞാൻ ബാക്കിയുള്ള മസാല ഇതിൻ്റെ ഒരു ഭാഗത്തും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി തിരിച്ചിട്ടിട്ട് പിന്നെ നമുക്ക് അത് പാത്രത്തിലേക്ക് വാങ്ങി വെക്കാം. 2 ഭാഗം ചൂടായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ മുളകും എണ്ണയിൽ കടന്നിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇത് 4 കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. 4 മണിക്കൊക്കെ ചായൻ്റെ കൂടെ കൊടുക്കാം. ചൂടുള്ള കട്ടൻ ചായയും ചൂടുള്ള ഇടിമുട്ടയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല മഴക്കാലമല്ലേ, അപ്പോൾ മഴയത്തൊക്കെ ചൂടുള്ള വിഭവം പല ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമായിക്കാരം.
അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.